നിങ്ങളെന്താ ഇത്രയും വൈകിയേ? വിനോദിന്റെ കൂടെ കേസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കായിരുന്നു, അതാ വൈകിയത്. നന്നായി. ഈ സമയത്ത് വിനോദിന് നിങ്ങളുടെ സപ്പോർട്ട് വലിയൊരു ഹെൽപ്പാവും. വിനോദ് ആകെ തകർന്ന അവസ്ഥയിലാ. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും ഞങ്ങളും പോകുന്നത്. ദുർഗ, കേസിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? പുതിയ ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? കേസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ചേച്ചി. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടുമെന്ന് തന്നെയാ പ്രതീക്ഷിക്കുന്നത്. അതെ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെയാ നിങ്ങളെടുത്ത് തലയെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷേ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് നീയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഞങ്ങളെയും ബാധിക്കും. എന്താ ഇത്? ഇങ്ങനെ സ്വാർത്ഥത കാണിക്കാതെ ചന്ദ്ര. നമ്മുടെ വീട്ടിലും പെൺകുട്ടികൾ ഉള്ളതല്ലേ. അവർക്കാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നെങ്കിലോ? സപ്പോർട്ട് ചെയ്യ. മഹിയേട്ടന് പൂർണ്ണിമയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാ ഇവർക്ക് അഹങ്കാരം. ഇവര് ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ആയിക്കോ, അവസാനം എല്ലാവർക്കും കൂടി അനുഭവിക്കാം. ചെറിയമ്മ, നിങ്ങളിത് കാര്യാക്കണ്ട. ചെന്ന് ഫ്രഷ് ആവാൻ നോക്ക്. ശരി ചേച്ചി. പിന്നെ പല്ലവി വന്നിട്ടുണ്ട്. നിങ്ങളെ തിരക്കി. നിങ്ങളെ കാണാഞ്ഞിട്ട് ഇപ്പോഴാ പോയത്. ആണോ? ഞങ്ങൾ അവളെ കണ്ടോളാം ചേച്ചി. പിന്നെ ഈ കേസിന്റെ തിരക്കും മറ്റും കഴിഞ്ഞാ ഉടനെ തന്നെ നിങ്ങളുടെ വിവാഹ രജിസ്ട്രേഷൻ നമുക്ക് നടത്താം. ശരി. എങ്കിൽ ചെന്ന് ഫ്രഷ് ആവ്. ഈ പൂർണിമേച്ചി കല്യാണത്തിന്റെ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ നിന്ന് പിന്മാറുന്ന ലക്ഷണം ഇല്ലല്ലോ. നമ്മളെ ചേച്ചിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാ ചേച്ചി എപ്പോഴും ആ കാര്യം തന്നെ പറയുന്നത്. ആ സംശയം ഓരോ ദിവസവും കൂടി വരിക. അതാ എത്രയും വേഗം രജിസ്ട്രേഷൻ നടത്താൻ നിർബന്ധിക്കുന്നത്. നമ്മളിത് എത്ര ദിവസം എന്ന് വെച്ചാ ചേച്ചിയെ പറ്റിക്കുന്നത്. കല്യാണം കഴിച്ചൊന്ന് പറഞ്ഞു പോയില്ലേ, ഇനി ഇത് മാറ്റി പറയാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ എത്ര നാളിങ്ങനെ ചേച്ചിയെ പറ്റിക്കും? നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ. അപ്പൊ നീയൊക്കെ ഇത്രയും നാള് ചേച്ചിയെ പറ്റിക്കായിരുന്നല്ലേ? നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കല്യാണം കഴിക്കാതെ കല്യാണം കഴിച്ചവരായി ഡ്രാമ കളിച്ച് നീയൊക്കെ എല്ലാവരെയും പൊട്ടന്മാരാക്കി അല്ലേ?